യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് റാഷിദ് അൽ അൽമി അംഗീകരിച്ചിട്ടില്ലെന്ന് ഇന്ത്യയിലെ യമൻ എംബസി. വിമതരായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് കേസ്. വിമതരുടെ പ്രസിഡന്റും ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവുമായ മെഹദി അൽ മഷാദാണ് വധശിക്ഷ ശരിവച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് ശരിവച്ചുവെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് യമൻ എംബസി പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അൽമി അംഗീകരിച്ചിട്ടില്ലെന്നാണ് ഇന്ത്യയിലെ യമൻ എംബസി വ്യക്തമാക്കുന്നത്. നിമിഷപ്രിയ പ്രതിയായ കുറ്റകൃത്യം നടന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ്. നിമിഷപ്രിയ കഴിയുന്ന സനായിലെ ജയിൽ ഹൂതി നിയന്ത്രണ മേഖലയിലാണെന്നും എംബസി പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടാൻ തയ്യാറെന്ന് ഹൂതി വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ഇറാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. യുഎന്നും ഇന്ത്യയും ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് റാഷിദ് അൽ അൽമി നയിക്കുന്ന സർക്കാരിനെയാണ്. ഹൂതി വിഭാഗത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഹൂതി സർക്കാരുമായി നയതന്ത്ര തലത്തിൽ ചർച്ച നടത്താനാകില്ല. വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായ ഇറാന്റെ സഹായം വഴി മാത്രമേ നിമിഷപ്രിയയുടെ കേസിൽ ഇനി ഇടപെടൽ സാധ്യമാകൂ എന്നാണ് റിപ്പോർട്ട്. യമൻ പൗരനെ വധിച്ച കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയെ യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പു നൽകിയാൽ മാത്രമാണ് പ്രതിക്ക് ശിക്ഷാ ഇളവ് ലഭിക്കുക. ഇരയുടെ കുടുംബത്തിന് ദയാധനം നൽകുന്നതുൾപ്പെടെയുള്ള മോചന ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് യമൻ എംബസിയുടെ പ്രതികരണം. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി 5 മാസവുമായി യമനിൽ തുടരുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.